മാർച്ച് 10 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: സെബസ്റ്റ്യയിലെ വിശുദ്ധരായ 40 രക്തസാക്ഷികൾ, വിശുദ്ധ അലക്സാണ്ടറും കായൂസും, വിശുദ്ധ ഫ്രീജിയ, വിശുദ്ധ അനാസ്റ്റാസിയ, വിശുദ്ധ ബിസാൻസിയ, വിശുദ്ധ കൺട്രിഡൂസ്, വിശുദ്ധ ഹോർദാത്തൂസ്, വിശുദ്ധ ഡൈനീഷ്യസ്, വിശുദ്ധ സിപ്രിയൻ, വിശുദ്ധ അനക്തൂസ്, വിശുദ്ധ പോൾ, വിശുദ്ധ ക്രഷ്യൻസ്, വിശുദ്ധ ഡ്രോക്ടേവയൂസ്. സെബാസ്റ്റ്യയിലെ വിശുദ്ധരായ 40 രക്തസാക്ഷികൾ. 320 കാലഘട്ടത്തിലാണ് സെബാസ്റ്റ്യയിലെ വിശുദ്ധരായ 40 രക്തസാക്ഷികൾ ജീവിച്ചിരുന്നത്. അർമേനിയ സെബാസ്റ്റ്യ നഗരത്തിൽ 320 ആണ്ടിലാണ് 40 പടയാളികൾ രക്തസാക്ഷിത്വം വരിച്ചത്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ചുറുചുറുക്കുള്ള സുമുഖരായൊരു ഗണമായിരുന്നു ഇവരുടേത്. ഇടിമുഴക്കുന്ന ലീജിയൻ എന്നാണ് ഇവരെ വിശുദ്ധ ഗ്രിഗറി നിസ്സായും പ്രൊക്കോപ്പിയൂസും സംബോധനം ചെയ്തിട്ടുള്ളത്. അർമേനിയയിൽ പാളയമടിച്ചിരുന്ന 12ാമത്തെ ലീജിയനാണിത്. സൈന്യാധിപൻ ലിസിയാസും ഗവർണർ അഗ്രക്ലോളയും ആയിരുന്നു. ചക്രവർത്തി ലിസീനിയൂസിന്റെ ആജ്ഞാപ്രകാരം എല്ലാ പടയാളികളും ദേവന്മാർക്ക് ബലി ചെയ്യണമെന്ന് ഗവർണർ ഉത്തരവിട്ടു. 12ാം ലീജിയനിലെ 40 പേരും ഒരുമിച്ച് ഗവർണറുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു: ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്. യാതൊരു മർദ്ദനവും ഞങ്ങളുടെ പരിശുദ്ധ മതം ഉപേക്ഷിക്കുവാൻ മതിയാവുകയില്ല. ഗവർണർ അവരെ ചമ്മട്ടി കൊണ്ടടുപ്പിച്ചു, ഉദരം വലിച്ചുകീറി. അനന്തരം അവരെയെല്ലാം ചങ്ങല കൊണ്ട് ബന്ധിച്ച് ജയിലിലാക്കി. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം സൈന്യാധിപൻ ലിസിയാസ് സെബാസ്റ്റ്യത്തിലെത്തിയപ്പോൾ തടവുകാരെ രണ്ടാമതും വിചാരണ ചെയ്തു. വാഗ്ദാനങ്ങൾ ഉദാരമായി പൊഴിഞ്ഞിട്ടും അവർ ദൃഢമനസ്സരാണെന്ന് കണ്ടപ്പോൾ ഈ വിമതരെ നഗ്നരാക്കി മഞ്ഞിൽ കിടത്തി. അവർ ഏകസ്വരത്തിൽ പ്രാർത്ഥിച്ചു: ഞങ്ങൾ 40 പേരാണ് സമരത്തിന് വന്നിട്ടുള്ളത്. 40 പേരും മകുടമണിയാൻ കൃപ ചെയ്യണമേ. ക്രിസ്തുവിനെ നിഷേധിക്കുന്നവരെ രക്ഷിക്കുവാനായി അരികെ തന്നെ ഒരു കുളത്തിൽ ചൂടുവെള്ളവും വെച്ചിരുന്നു. മാലാഖമാർ 39 കിരീടങ്ങളുമായി ഇറങ്ങി വരുന്നത് കാവൽഭടന്മാർ കണ്ടു. അപ്പോൾ ഇതാ, നഷ്ടധൈര്യനായ ഒരാൾ കൂട്ടം വിട്ട് ആശ്വാസം തേടിപ്പോയി. ഇത് കണ്ടു നിന്നിരുന്ന കാവൽഭടന്മാരിൽ ഒരാൾ ഭീരുവായി ഓടിപ്പോയതിന്റെ സ്ഥാനം പിടിച്ചു. അങ്ങനെ വീണ്ടും 40 തികഞ്ഞു. തണുത്തു വിറങ്ങലിച്ചവരുടെ മൃതദേഹം ചിതയിലേക്ക് മാറ്റാൻ ഉദ്യോഗസ്ഥരെത്തിയപ്പോൾ ഒരാൾ ശ്വസിക്കുന്നതായി കണ്ടു. അയാളെ മോചിപ്പിക്കണമെന്ന് ഉദ്യോഗസ്ഥന്മാർ പ്രസ്താവിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ധീരയായ അമ്മ രക്തസാക്ഷിത്വം കിരീടം നഷ്ടപ്പെടുത്തേണ്ടെന്നാണ് ഉദ്ബോധിപ്പിച്ചത്. സഹോദരന്മാരുടെ ശരീരത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ശരീരവും തീയിലിടപ്പെട്ടു. നമുക്ക് ഇങ്ങനെ വിചിന്തനം ചെയ്യാം: പ്രസാദപര ജീവനോടെ ജീവിക്കുന്നവർ ക്രിസ്തുവിലൊന്നാണ്. സമൂഹ ജീവിതവും നമ്മളെ ഐക്യപ്പെടുത്തുന്നുണ്ട്. ഒരുമിച്ച് നിന്ന സെബസ്ത്യാസിലെ 40 രക്തസാക്ഷികളെ പോലെ ക്രിസ്തുവിന് അനുയോജ്യരായി ജീവിച്ചുകൊണ്ട് നമുക്കും സാക്ഷികളായി ജീവിക്കാം.